ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥയോളം സത്യസന്ധമായിട്ട് ഈ പൂജ ചെയ്യാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. ഗാഥയെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലും സാറേ, ആ തിളച്ച പാല അവിടെ വന്നതിന് ഒരു കാരണം വേണമല്ലോ. നിർമ്മലേ, മോള് പൂജ തുടങ്ങിക്കോളൂ. എന്താ മോളെ തുടങ്ങാത്തത്? തുടങ്ങാം. ആ വാ മോളെ, ഇങ്ങോട്ട് നിൽക്ക്. എന്തുപറ്റി? ക്രമങ്ങളൊക്കെ മറന്നുപോയോ? ആദ്യം വെള്ളം തളിച്ച് നാഗത്തറ ശുദ്ധമാക്കണം. എന്താ മോളെ നോക്കി നിൽക്കുന്നേ? ദീപം കത്തിക്ക്. അത് പിന്നെ ഇന്നെല്ലാം അമ്മ പറയുന്ന പോലെ ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും ഭംഗിയായിട്ട് പൂജ ചെയ്യുന്ന ആളായി പറയുന്നേ? അത് ഗാഥ മേഡത്തിന്റെ ഒരു ആഗ്രഹമല്ലേ? ശരി, എങ്കിലേ ദീപം കത്തിക്ക്. അവൾക്ക് എന്താ മൊത്തത്തിലൊരു പരിഭ്രമം? എനിക്കൊന്നും അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും തീർന്നാ മതി. ഇനി പൂക്കൾ എടുത്തിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇനി വലം വയ്ക്കണം. നാശം! ഈ പൂജ പെട്ടെന്നൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ പൊളിച്ചെടുക്കാമായിരുന്നു. ഇനി പാലഭിഷേകം ചെയ്യാം അല്ലെ നിർമ്മലേ? പിന്നെ അതൊട്ടും വൈകിക്കരുത്. ഗാഥമോള് തൊഴുതു നിന്നു. അമ്മേ, അയ്യോ സുമിത്ര എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അയ്യോ വേണ്ട നിർമ്മലേ, അഭിഷേകം എന്നോട് തന്നെ നടത്താനാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല നിർമ്മലേ. എന്തായാലും അഭിഷേകം നടന്നപ്പോ. വേണ്ട നിർമ്മലേ, ഞാൻ ചെയ്തോളാം. അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ ചെയ്തോളാം. അമ്മയ്ക്കും അമ്മായിക്കൊക്കെ ഒരേ സ്ഥാനല്ലേ? നിർമ്മല പറയുന്നത് കേക്ക്. ഇങ്ങോട്ട്. സുമിത്ര, ഞാൻ ചെയ്തോളാം. സുമിത്ര വിട്. സുമിത്ര, ഞാൻ ചെയ്തോളാം. പറയട്ടെ, ഇത് ഞാൻ ചെയ്തോളാം. കാണിക്കുന്നത് ഒരുമാതിരി കുട്ടികളെ പോലെ. അതെ, നിങ്ങൾക്ക് രണ്ടാൾക്കും അയ്യെങ്കിൽ ഞാൻ അഭിഷേകം ചെയ്തോളാം. ഇങ്ങോട്ട് വേണ്ട നിർമ്മലേ, എന്തേ
ഉദയേട്ട വിട്. ഞാൻ പറയുന്നൊന്ന് നീ ഇത് കേൾക്ക്. എന്തൊക്കെയായി കാണിക്കുന്നെ? ഉദയേട്ടാ, അങ്ങോട്ട് മാറി നിൽക്കൂ ഉദയേട്ടാ. ഉദയേട്ടാ. അയ്യോ 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 ചൂടുള്ള പാലായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ്. അയ്യോ അയ്യോ എന്റെ കൈ പൊള്ളി. ഓ ഓ അയ്യോ എന്റെ കൈ പൊള്ളി. ഓ ഓ ഗാഥ മേഡം വന്നേ. ശ്ശോ. നമുക്ക് വേഗം പോവാം. മോളെ ഗാഥ മേഡത്തിന്റെ ദേഹത്ത് പാല് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. വന്നേ. സുമിത്രേ, പൂജാമുറിയിൽ പാലെടുത്ത് വെച്ച നീയല്ലേ? അതെ നന്ദേട്ടാ, അത് ഞാൻ കുറെ നേരത്തെ വെച്ചതാ. പിന്നെ എങ്ങനെയാ അതിൽ തിളച്ച പാല് വന്നേ? ആരോ കരുതി കൂട്ടി ചെയ്യാതെ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഹ, അ- അ- അങ്ങനെ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? പൂജര് തെറ്റുവരുത്തിയാല് ദൈവശിക്ഷ വരുന്നത് ഏത് വഴിക്കാന്ന് ആർക്കറിയാം? നിർമ്മലേ, മറ്റാരും കണ്ടുപിടിക്കാത്ത കാര്യം നീ കണ്ടുപിടിച്ചെങ്ങനെയാ? അയ്യോ, ഞാൻ പറഞ്ഞതല്ല. ഇന്ന് പൂജയ്ക്ക് നിൽക്കുമ്പോ ഗാഥ സാധാരണ പോലെ ആയിരുന്നോ? എല്ലാം മറന്നില്ലേ? അപ്പൊ സുമിത്ര അത് പറയുന്നത് ഞാനും കേട്ടല്ലോ. ഗാഥ മമ്മിയെ കാണാൻ പോയപ്പോ വ്രതമൊക്കെ മറന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും. കീർത്തി മതി. ഗാഥയോളം സത്യസന്ധമായിട്ട് ഈ പൂജ ചെയ്യാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. ഗാഥയെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലും എന്റെ സാറേ, ആ തിളച്ച പാലവിടെ വന്നതിന് ഒരു കാരണം വേണമല്ലോ. നിർമ്മലേ, കൈയാകെ പൊള്ളി. ഞാൻ അവിടെ നിന്ന് തേനൊക്കെ എടുത്ത് പെരട്ടി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കര പോച്ചില്ല. ഉദയ, കുറച്ചു മുമ്പ് നീ എന്നോട് പറഞ്ഞു എല്ലാവരും ഞെട്ടിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ബോംബുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് ഇതായിരുന്നു? പൂജാമുറിയിലെ പാലെടുത്തു മാറ്റിയത് നീയാണോ? അല്ല, അധികം വൈകാതെ ഇവിടെ കുറച്ചു പേർക്ക് പൊള്ളൂന്ന് കുറച്ചു മുമ്പ് നീ എന്നോട് പറഞ്ഞു. അപ്പൊ സംശയിക്കണ്ട, ചെയ്തത് നീ തന്നെയാ. എന്റെ അളിയ, ഞാനാണത് ചെയ്തതെങ്കിൽ ഞാൻ തന്നെ ചെന്ന് ആ ചൂട് പാലിൽ ചാടൂ. കൃഷ്ണ